ഡൽഹിയിലേക്കാണ്, തലസ്ഥാനത്തേക്ക് വിനീത വി ജി വിവരങ്ങളുമായി. വിനീത, ഡൽഹിയിൽ ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചു പൂട്ടി. അത് കഴിഞ്ഞ ദിവസം തന്നെ ആ കണക്കുകളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമാണോ? പെട്രോളിയം മന്ത്രി പറയുന്നത് ഇപ്പോൾ ക്ഷാമമില്ല, ആശ്വാസത്തിന് വകയുണ്ട്, ഉത്പാദനം കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ. അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമോ ഉടൻ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യ തലസ്ഥാനത്തും പല മേഖലകളിൽ ഇത്തരത്തിലേക്കുള്ള പ്രതിസന്ധി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് ഈ ഹോട്ടൽ മേഖലയെ മാത്രമല്ല, ടൂറിസം മേഖലയെ ആകമാനം ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ യുപിയിലടക്കം ഉത്തർപ്രദേശിലടക്കമുള്ള പല ഈ ഗ്യാസ് ഏജൻസികൾക്കും ഒക്കെ മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതായിട്ടുള്ള ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുന്നില്ല എന്നും, അതേസമയം ഈ നിലവിലുള്ള ഒരു പ്രതിസന്ധി അത് നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രിയാത്മക എല്ലാ നടപടികളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് പെട്രോളിയം മന്ത്രി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ 13 ദിവസമായി ഈ ഹോർമോസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ഇത് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, ഇന്ത്യയും സമാനമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് ആ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് നമ്മൾ നടത്തുന്നതെന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏതാണ്ട് 45% ഈ ഹോർമോസ് കടലിടുക്കിലൂടെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു അതാണ് തലസ്ഥാനത്ത് പലയിടത്തും ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഹോട്ടലുകൾക്ക് പ്രതിസന്ധിയിലാണ് എന്നതാണ് വിനീത വി ജി അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.